പിണറായി വിജയന് പ്രായപരിധിയിൽ മാത്രമല്ല മത്സരിക്കുന്നതിലും ഇളവുണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരും. എന്നാൽ പിണറായി സർക്കാർ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫയറിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് മാറുന്ന പാർട്ടിയിൽ കപ്പിത്താന് മാറ്റമുണ്ടാകില്ലെന്ന് ഉറപ്പിക്കുകയാണ് CPIM. പിണറായിക്ക് ഇളവ് പ്രായപരിധിയിൽ മാത്രമല്ല വീണ്ടും മത്സരിക്കാമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മൂന്നാമതും LDF സർക്കാർ വരും. പക്ഷേ അത് പിണറായി സർക്കാരെന്ന് ഇപ്പോൾ പറയാനാകില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മൂന്നാമത്തെ ടേം അധികാരത്തിൽ വരിക എന്നുള്ളത് സുനിശ്ചിതമായ ഒരു കാര്യമായിട്ട് മാറുകയാണ്. മൂന്നാം പിണറായി സർക്കാരാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയേണ്ടതില്ല. പിണറായി ആണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതൃനിരയിലുള്ള നേതാവ്. 75 വയസ്സ് പൂർത്തിയായ ഒരാളും സംസ്ഥാന ഘടകത്തിൽ ഉണ്ടാകില്ല. ഒഴിവാകുന്ന മുതിർന്ന നേതാക്കളെ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും പാർട്ടി പരിശോധിക്കും. EP ജയരാജൻ, TP രാമകൃഷ്ണൻ എന്നിവർക്ക് സമ്മേളനം കഴിഞ്ഞുള്ള മാസങ്ങളിൽ 75 വയസ്സ് തികയുമെങ്കിലും മാറ്റില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മൂല്യമുള്ള പാർട്ടി മെമ്പർഷിപ്പ് ആവണമെന്ന് തന്നെയാണ് കാണുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് മാത്രമല്ല, പാർട്ടി ആകെ തെറ്റായ ഒരു പ്രവണതക്കും കൂട്ടുനിൽക്കുന്ന ഒരാളെയും പാർട്ടിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മദ്യപിക്കുന്ന പാർട്ടി അംഗങ്ങളെ പുറത്താക്കിയാൽ മെമ്പർഷിപ്പ് കുറയില്ലേ എന്ന ചോദ്യത്തിന് പ്രശ്നമില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. ഞാൻ പറഞ്ഞില്ലേ, പൊതുവായ തീരുമാനമല്ലേ, പിന്നെ ഓരോരാളെടുക്കാൻ പ്രത്യേകിച്ച് പരിശോധിക്കേണ്ട കാര്യമില്ല. 75 വയസ്സ് പൂർത്തിയായ ഒരാളും സംസ്ഥാന കമ്മിറ്റിയിലോ അതുപോലെ തന്നെ പാർട്ടി ഘടകത്തിലോ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ കാര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാന്യനായിരുന്നു. ഇപ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്നതിന് പിന്നിൽ കനകോലുവാണെന്നും വിമർശനം. മാന്യനായിരുന്നു മുമ്പ് ഈ VD സതീശൻ. എനിക്കൊക്കെ അറിയുന്ന കാലത്ത്. ഇപ്പം കാണുന്നില്ല എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്. ഈ കനുകൂലമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇങ്ങനെ ശരിയാവുള്ളൂ. അന്ന് അങ്ങനെയാണ്, പ്രകോപനപരമാവണം എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. ആശാപ്രവർത്തകരുടെ സമരത്തിന് പാർട്ടി എതിരല്ല. എന്നാൽ കേന്ദ്ര അവഗണനയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് MV ഗോവിന്ദന്റെ മറുപടി. CPIM CPI ലയനം ആവശ്യമില്ലാത്ത നൂലാമാലയെന്നും അതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.